मेरा नाम ए कुटी अहमद कुटी क्या ഗ്യാസ് ഉണ്ട് മാത്യു നയനാൻ കോശിക്കും കൂട്ടർക്കും ഗുഡ് ബൈ. ഹലോ, ഇവിടെ ആരും ഇല്ലേ? ആരും ഇല്ലേന്ന്? ആ, എല്ലാവരും ഒന്ന് വിളിച്ചേ. എന്താ കാര്യം? അത് അശ്വതി വരുമ്പോ പറയാം. കാര്യം എന്താണെന്ന് പറഞ്ഞു മിസ്റ്റർ. അശ്വതി വിളിക്ക്, എന്നിട്ട് പറയാം. മിസ്റ്റർ, നിങ്ങൾ ഇവിടെ വന്നു ശല്യം ചെയ്യാൻ. ശല്യമോ? ഇതെന്റെ ജീവിത പ്രശ്നമാണ്. എന്താ കുട്ടി ഇത്? അത് ചേച്ചി, ഞാൻ പറയാം. സഹോദരിമാരെ, സിസ്റ്റേഴ്സ്, എല്ലാവരും ഇത് കേൾക്കണം. ഈ സത്യം തുറന്നു പറയാൻ വേണ്ടി ഈ കുട്ടിയുടെ പുറകെ നടന്നു നടന്ന് ഞാൻ മടുത്തു. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് പോലും നോക്കാത്തവനാണ് ഞാൻ. ഈ കുട്ടിയെ ഞാൻ എന്റെ സ്വന്തം സഹോദരിയെ പോലെ കണ്ടിട്ടുള്ളൂ. പക്ഷേ ദുഷ്ടന്മാരായ എന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഈ കുട്ടിയെ ചൂണ്ടിക്കാണിച്ച് എന്നോട് ചോദിച്ചു, നിനക്ക് ആ പെൺകുട്ടിയെ സ്നേഹിക്കാമോ എന്ന്. ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ സമ്മതിച്ചു. പക്ഷെ ദുഷ്ടന്മാർ എന്നെ ഒരു പന്തായത്തിൽ കുടുക്കി. എന്താണെന്നറിയോ പന്തായം? തല മൊട്ടയടിക്കുക. മുഴുവനായിട്ടല്ല, ദേ ഇവിടുന്ന് ഇങ്ങനെ പകുതി മീശയെടുത്ത് ഒരു മാസം ഈ പകുതി മൊട്ടയും പകുതി മീശയും വെച്ച് ഈ ഹോസ്റ്റലിന്റെ മുമ്പിൽ കൂടെ തേരാ പേരാ നടക്കണം. സഹോദരിമാരെ, നിങ്ങൾക്ക് ചിരിക്കാം, പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ സ്ഥാനത്ത് നിങ്ങളുടെ സഹോദരനാണെങ്കിൽ നിങ്ങൾ ചിരിക്കുമോ? നിങ്ങൾക്കും മനസാക്ഷിയില്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്ക്, അവരും കൂടി അറിയട്ടെ എന്റെ ആത്മഹത്യക്ക് ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന്. താൻ തലമുട്ടയടിക്കോ ആത്മഹത്യ ചെയ്യോ എന്ത് വേണമെങ്കിലും ആയിക്കോ, എനിക്കെന്താ? ഒന്നുമില്ല. ഇല്ല. എന്നാൽ ഒരു സത്യം കൂടി ഞാൻ പറയാം. പന്തയത്തിന് ഞാൻ സമ്മതിക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ജയിച്ചാൽ എനിക്ക് 10,000 രൂപ കിട്ടും. അതുകൊണ്ട് രക്ഷപ്പെടുന്നത് മറ്റൊരു ജീവനായിരിക്കും, എന്റെ സഹോദരിയുടെ ജീവൻ. അവളൊരു ഹാർട്ട് പേഷ്യന്റ് ആണ്. ആ 10,000 രൂപ കിട്ടിയാൽ എന്റെ സഹോദരിയുടെ ഓപ്പറേഷൻ നടത്താം. സഹോദരി, നാളെയാണ് പന്തയത്തിന്റെ അവസാനത്തെ ദിവസം. ഞാൻ ജയിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. എന്റെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് അശ്വതിക്ക് എന്നെ ഇഷ്ടമാണെന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവരത് വിശ്വസിക്കും. എനിക്ക് രൂപ കിട്ടും, സഹോദരിയുടെ ഓപ്പറേഷൻ നടക്കും. ഞാൻ കാരണം കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, പ്ലീസ്. കുട്ടി ഒന്ന് മൂളിയാൽ രക്ഷപ്പെടുന്നത് എന്റെ സഹോദരിയുടെ ജീവനാണ്. ഇല്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് 2 ജീവിതങ്ങളായിരിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഇതിന്റെ മുമ്പിൽ തൂങ്ങിച്ചാവും. അതിന്റെ ഉത്തരവാദി നിങ്ങളാണെന്ന് ഞാൻ എഴുതി വെക്കും. നാളെ രാവിലെ 7 മണിക്ക് ഞാൻ വരും. ഞാനും എന്റെ സഹോദരിയും ജീവിക്കണോ വേണ്ടയോ എന്ന് അശ്വതി തീരുമാനിക്കും. അയാള് പറഞ്ഞതുപോലെ സഹോദരിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എന്തോ എനിക്ക് ഓർത്തിട്ട് കഷ്ടം തോന്നുന്നു. നീ മനസ്സ് വെച്ചാ ഒരു വാക്കല്ലേ അശ്വതി? നീ ഉറങ്ങുന്നില്ലേ? രവിയേട്ടനെ വിവരം അറിയിച്ചാലോ? അശ്വതി എന്ന് വിളിക്കൂ. ഞാൻ അശ്വതിയാ. ഞാൻ മാത്യു നയനാൻ കോശിയാണ്. എന്തായി തീരുമാനം? ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ നാളെ തന്നെ നടത്തണമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തു. നാളെ രാവിലെ 7 മണിക്ക് ഞാൻ മ്യൂസിയം പാർക്കിൽ കാത്തു നിൽക്കും, കൂടെ എന്റെ സുഹൃത്തുക്കളും. അശ്വതി എന്റെ സഹോദരി രക്ഷിക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദേ സ്വാമി, നാളെ വൈകിട്ട് തന്നെ ബാർബർ റോഡിൽ എത്താൻ പറയണം. തല ഒരു വശം മൊട്ടയടിച്ച് ഹോസ്റ്റലിന്റെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാണ്. നല്ല രസം ഉണ്ടാവും. ഇവിടെ എന്തൊക്കെ ബഹളമായിരുന്നു. നാളെ രാവിലെ തന്നെ മ്യൂസിയത്തിൽ എത്തണം, നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് അവളെ കൊണ്ട് പറയിപ്പിക്കാം എന്നൊക്കെ. ഓ പവിത്ര, കാലത്ത് എല്ലാവരും റെഡിയായിക്കോ. രാവിലെ 7 മണിക്ക് അവളെയും കൊണ്ട് ഞാൻ മ്യൂസിയം പാർക്കിലെത്തും.
എനിക്കറിയാമായിരുന്നു അശ്വതി വരുമെന്ന്. സന്തോഷായി, സമാധാനമായി. ദേവന്മാരെ ചെടിയുടെ മറവിൽ നിൽപ്പുണ്ട്. അങ്ങോട്ട് നോക്കണ്ട, നോക്കണ്ട. സമ്മതമാണെന്ന് പറഞ്ഞാൽ മതി. പറയൂ അശ്വതി, പ്ലീസ്. എന്റെ സഹോദരിയുടെ ഹാർട്ട്, 2 ജീവിതങ്ങളുടെ പ്രശ്നം. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ പറ്റൂ. പ്ലീസ്. മാത്യുവിനെ വിവാഹം കഴിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതമാണ്. അശ്വതി എന്റെ സഹോദരിയെ പോലെയാണ്. എന്റെ സ്വന്തം സഹോദരിയെ രക്ഷിച്ച സഹോദരിയോട് ഞാൻ ജീവിതകാലം മുഴുവൻ കടപ്പെട്ടിരിക്കുന്നു. അശ്വതി, സോറി, എക്സ്ട്രീംലി സോറി. വാ. കൺഗ്രാറ്റുലേഷൻസ്. നീ ജയിച്ചറാ, തോറ്റത് ഞാനും. നിനക്ക് 10,000 രൂപയ്ക്ക് പകരം 20,000 രൂപ ഞാൻ തരും, എന്റെ ജീവിതം രക്ഷിച്ചതിന്. ഞാൻ പറയുന്ന കേൾക്കൂ. എന്താ? എന്തു പറ്റി?